നമസ്കാരം. യുദ്ധം 31-ാം ദിവസത്തിലേക്ക് കടന്നു. അതായത് ഒരു മാസം പിന്നിട്ടു. എന്ന് യുദ്ധം അവസാനിക്കുമെന്നതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തരത്തിൽ വിട്ടുവീഴ്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന വിചാരം പലയിടത്തുമുണ്ട്. ട്രംപിൻ്റെ വിശ്വസ്തനായ വൈസ് പ്രസിഡന്റ് JD വാൻസും രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവുമൊക്കെ നിർദ്ദേശിച്ചത് കേൾക്കാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ അമിതമായി വിശ്വസിച്ചാണ് ട്രംപ് യുദ്ധത്തിനിറങ്ങിയത്. ട്രംപിന് നെതന്യാഹു യുദ്ധം വിറ്റു എന്നാരോപിച്ച് JD വാൻസ് നെതന്യാഹുവിനെ വിളിച്ച് ചീത്ത വിളിച്ചു എന്ന റിപ്പോർട്ടുകൾ പോലും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരമൊരു പ്രതിസന്ധിയിൽ എന്തു ചെയ്യണം എന്നറിയാതെ വെള്ളം കുടിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുത്തരിയുള്ള കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ നാശമുണ്ടാക്കാൻ കഴിഞ്ഞാൽ പോലും അവർ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. എന്നാൽ അമേരിക്കയുടെ സ്ഥിതി അങ്ങനെയല്ല. ട്രംപ് ആലോചനയില്ലാതെ ചാടിയിറങ്ങിയ ഈ യുദ്ധത്തിൽ നിന്നും തലയൂരാനാവാതെ വെള്ളം കുടിക്കുന്നു. അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നു. നാറ്റോ സഖ്യരാജ്യങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കേണ്ട സാഹചര്യം രൂപപ്പെടുന്നു. ഇന്നലെ രാത്രിയും പകലുമായി നടന്ന സംഭവങ്ങൾ നോക്കുക. ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമിച്ചു കൊണ്ടിരുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാനിൽ പരിക്കേൽക്കാൻ ഇനി ബാക്കി ഒന്നുമില്ല എന്നതാണ് വാസ്തവം. തെഹ്റാൻ നഗരത്തിലേക്ക് നിർത്താതെ മിസൈലുകൾ പതിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഇറാന്റെ പ്രതിരോധ ശേഷിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഇന്നലെ തെഹ്റാനിലെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതേസമയം ട്രംപ് ഉറപ്പിച്ചു പറയുന്നു ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഡീൽ ഉണ്ടാവും. 15-ന് സമാധാന പദ്ധതി അങ്ങോട്ട് കൈമാറിയിട്ടുണ്ട്. പാകിസ്ഥാൻ അതിൻ്റെ മധ്യസ്ഥത വഹിക്കുന്നു. ഏറെ വൈകാതെ പാകിസ്ഥാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തും എന്നാണ് പാക് വിദേശകാര്യമന്ത്രിയുടെ അവകാശവാദം. എന്നാൽ ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ, ഇപ്പോൾ പരമാധികാരിയെ പോലെ പ്രവർത്തിക്കുന്ന പാർലമെന്റ് സ്പീക്കർ തുറന്നു പറയുന്നു ഇതൊക്കെ അമേരിക്കയുടെ തട്ടിപ്പാണ്. ജനങ്ങൾക്കിടയിൽ ചർച്ച നടക്കുന്നു എന്ന് തോന്നലുണ്ടാക്കി യുദ്ധസന്നാഹം ഒരുക്കുകയാണ് അമേരിക്ക. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പിന് നിന്നുകൊടുക്കാതെ ഞങ്ങൾ പ്രതിരോധിക്കുന്നത് എന്ന്. അമേരിക്ക ഈ ദിവസങ്ങളിൽ വലിയ തോതിൽ സൈനിക സന്നാഹം നടത്തിയെന്നും ഈ സൈനിക സന്നാഹത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഇത്തരം സമാധാന ചർച്ചകളെക്കുറിച്ച് പറഞ്ഞത് എന്നുമാണ് റിപ്പോർട്ട്. ഇറാന്റെ സുപ്രീം ലീഡറാവാൻ ട്രംപിനെ ക്ഷണിച്ചുവെന്നും ഇറാൻ വലിയൊരു സമ്മാനം അമേരിക്കയ്ക്ക് അയച്ചെന്നും ഇറാൻ കാലിൽ പിടിക്കുകയാണ്, അവർ യുദ്ധം തോറ്റിരിക്കുന്നു എന്നൊക്കെ ട്രംപ് പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ മാത്രമല്ല, ഊഹക്കച്ചവടത്തിലൂടെ എണ്ണ വിപണിയിൽ ട്രംപിന് താല്പര്യമുള്ള ചിലരുടെ സാമ്പത്തിക താല്പര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാണ്. ഇന്നലെ വലിയ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാക്കി. കുവൈറ്റിലെ പവർ പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ടായെന്ന് കുവൈറ്റ് സ്ഥിരീകരിച്ചു. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ വഴങ്ങാത്ത സ്ഥിതിക്ക് കാർഗ് ദ്വീപ് താൻ പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് ട്രംപ് പറഞ്ഞത് പുതിയൊരു വഴിത്തിരിവായി മാറിയിട്ടുണ്ട്. കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതടക്കമുള്ള നീക്കങ്ങളുമായി അമേരിക്ക സജീവമാണ് എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് സമാധാനത്തിന് വേണ്ടി ഇറാൻ ശ്രമിക്കുന്നു, യുദ്ധം തീരും എന്ന് ട്രംപ് പറഞ്ഞതും എണ്ണവില കീഴോട്ട് പോയതും. എന്നാൽ ട്രംപ് ഇന്നലെ പറഞ്ഞു കാർഗ് ദ്വീപ് പിടിച്ചെടുക്കും. ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ എണ്ണവില ബാരലിന് $115 ഉയർന്നു. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് എണ്ണവില 95 താഴുന്നപ്പോൾ വാങ്ങിക്കൂട്ടിയവർക്ക് വലിയ ലാഭമാണ് ഇതുണ്ടാക്കുന്നത്. ഇതനുസരിച്ചുള്ള സന്നാഹങ്ങൾ പെന്റഗൺ നടത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഏതാണ്ട് 10,000-ഓളം മറൈനുകൾ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കഴിഞ്ഞു. ഇന്നലെ 3,500 പേർ ട്രിപ്പോളിയിൽ നിന്നെത്തി. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ വിവിധയിടങ്ങളിലായി 50,000-ഓളം അമേരിക്കൻ സൈനികരുണ്ട്. ഇവരെല്ലാം സംയുക്തമായി തന്നെ കാർഗ് ദ്വീപിന്റെ മേൽ ആക്രമണം നടത്തുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞത് ഞങ്ങൾ അമേരിക്കക്കാരെ കശാപ്പ് ചെയ്യാൻ കാത്തിരിക്കുന്നു എന്നാണ്. നിങ്ങൾ കടന്നു വരൂ, നിങ്ങൾക്ക് ഞങ്ങൾ തീ നരകം സമ്മാനമായി കാത്തുവെച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാനിലേക്ക് കടന്നു കയറുന്നത് തീക്കളിയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. പക്ഷേ അമേരിക്കയുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. അവർ ഒരു യുദ്ധം തുടങ്ങി വെച്ചു. ആ യുദ്ധത്തിൽ നാശനഷ്ടങ്ങൾ ഏറെയുണ്ട്. ഇന്നലെ ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടതുൾപ്പെടെ ഇതുവരെ 15 അമേരിക്കൻ സൈനികർ ഈ യുദ്ധത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടു കഴിഞ്ഞു. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച
ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അമേരിക്കയുടെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന E3 സെൻട്രി എയർക്രാഫ്റ്റ് പൂർണ്ണമായും നശിച്ചിരിക്കുന്നതിന് ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. സൗദിയിലെ അമേരിക്കൻ എയർബേസിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് ഓർക്കണം. ഈ വിമാനം നെടുകെ പിളർന്ന് തീ കത്തി നിൽക്കുന്ന അവസ്ഥയിലുള്ള ദൃശ്യമാണ് പുറത്തു വന്നത്. ഇത് അമേരിക്കൻ സേനയുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. E3 സെൻട്രി എയർക്രാഫ്റ്റിന്റെ പ്രത്യേകത നൂറുകണക്കിന് മൈൽ അപ്പുറം നിന്ന് വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു മാറാനും അവയെ നിർവീര്യമാക്കാനുമുള്ള ശേഷിയുണ്ട് എന്നതാണ്. ഇത് അത്ര എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യുക സാധ്യമല്ല. 93-ൽ ഇതിന്റെ ഉത്പാദനം നിർത്തുകയും ഇതിന്റെ പുതിയ മോഡൽ E7 മാറാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വളരെയേറെ വിലയേറിയ എയർക്രാഫ്റ്റാണിത്. ഇത് നശിച്ചാൽ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ലെന്നും ആകപ്പാടെ E3 സെൻട്രി എയർക്രാഫ്റ്റ് 16 മാത്രമാണ് പെന്റഗൺ ഉള്ളതെന്നുമുള്ള റിപ്പോർട്ട് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ തന്നെ നിരാശയോടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പ്രിൻസ് സുൽത്താൻ എയർബേസിലുണ്ടായ ആക്രമണത്തിൽ 12 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും 2 പേരുടെ നില ഗുരുതരമാണെന്നും പെന്റഗൺ വൃത്തങ്ങൾ തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UAE-യിലേക്കും കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും സൗദിയിലേക്കുമൊക്കെ ഇപ്പോഴും ഡ്രോൺ മിസൈൽ ആക്രമണം തുടരുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് തലയുരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് എവിടെയും. ഗ്രൗണ്ട് ഇൻവേഷൻ അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന നിഗമനത്തിലെത്തുമ്പോഴും എത്ര കാലം ഈ ഗ്രൗണ്ട് ഇൻവേഷൻ നീണ്ടു നിൽക്കും, എത്ര അമേരിക്കൻ പട്ടാളക്കാർക്ക് ജീവൻ നൽകേണ്ടി വരും എന്ന ആശങ്കയുണ്ട്. ഇവിടെ അമേരിക്ക എത്തപ്പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. യുദ്ധം അമേരിക്ക ജയിക്കാൻ കഴിയും, സാങ്കേതികമായി അമേരിക്ക മുമ്പിലാണ്. പക്ഷെ അത് സമ്പൂർണ്ണമായ വിജയമായിരിക്കില്ല. ഇറാനെ പൂർണ്ണമായും തച്ചുടച്ച് അണുബോംബ് അടക്കമുള്ളവ പ്രയോഗിച്ച് ഇറാൻ ജനതയെ ഇല്ലാതാക്കി മാത്രമേ ഒരുപക്ഷെ യുദ്ധം ജയിക്കാൻ കഴിഞ്ഞെന്ന് വരൂ. എന്നാൽ അത്തരം ഏത് പ്രയോഗവും ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കും. ഇപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെ അമേരിക്ക റിസ്ക് എടുത്ത് ടച്ചുടയ്ക്കാതെ അവർക്ക് പിന്മാറാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക പിന്മാറിയാൽ ഇറാൻ ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ടാവും. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുൻപോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധന ഒന്ന് ഹോർമുസ് കടലിടുക്കിലെ പൂർണ്ണ അവകാശമാണ്. എന്ന് വെച്ചാൽ അവർക്ക് പണം പിരിക്കാനുള്ള അവകാശം അടക്കമുള്ളവ കിട്ടണം. രണ്ടാമത്തേതാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കണം. ഇപ്പോൾ ബഹ്റൈനിലും കുവൈറ്റിലും ഖത്തറിലും സൗദിയിലും UAE-യിലുമൊക്കെ അമേരിക്കൻ ക്യാമ്പുകളുണ്ട്. ഈ അമേരിക്കൻ ബേസ് ക്യാമ്പുകളാണ് ലോക പോലീസ് എന്ന നിലയിൽ അമേരിക്കയെ നിയന്ത്രിക്കുന്നത്. റഷ്യയും ചൈനയും ഇറാനും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങളുടെ മേൽ അമേരിക്ക അധീശത്വം നിലനിർത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ഈ സൈനിക ക്യാമ്പുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവയൊക്കെ സ്ഥാപിക്കാൻ GCC രാജ്യങ്ങൾ സ്ഥാപിച്ചത് ഇറാൻ നേരിടുന്ന ത്രെട്ടിൽ നിന്നും സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡായി ഈ സൈനിക ക്യാമ്പുകൾ അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇറാൻ പിടിമുറുക്കുന്നതിന് തുല്യമായി മാറും. ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല മറ്റു രാജ്യങ്ങളും പ്രതിസന്ധിയിലാവും. സിറിയ അടക്കമുള്ള രാജ്യങ്ങളിലെ അമേരിക്കയുടെ ഇടപെടൽ അവതാളത്തിലാവും. ഇസ്രായേലിന്റെ സ്ഥിതി അതിനേക്കാൾ പ്രതിസന്ധിയിലാവും. ഇവിടെയാണ് നിശബ്ദമായി ചൈനയും റഷ്യയും നടത്തുന്ന നീക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചൈനയും റഷ്യയും വാതുറക്കുന്നില്ലെങ്കിലും ഇറാന് വേണ്ട സഹായമെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരമൊരു പ്രതിസന്ധിയുടെ അമേരിക്കയ്ക്ക് കരകയറാൻ വേണ്ടി യുദ്ധം അവസാനിപ്പിച്ചു പോവേണ്ടി വന്നാൽ പിന്നെ ചൈനയും റഷ്യയും ഇറാനും അടങ്ങിയ അച്ചുതണ്ടിന്റെ കാലമായിരിക്കും. ഈ അച്ചുതണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയാവില്ല. പശ്ചിമേഷ്യയിലുള്ള അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ എല്ലാം തന്നെ പിൻവലിക്കേണ്ടി വരും. ഇതോടുകൂടി അമേരിക്കയ്ക്ക് ലോക പോലീസ് എന്ന കിരീടം നഷ്ടപ്പെടും. ആ കിരീടം ചൈന തലയിൽ വയ്ക്കുമെന്നാണ് സൂചന. അമേരിക്ക നൽകുന്ന സുരക്ഷയിൽ വിശ്വാസം നഷ്ടപ്പെട്ട പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ചേരിമാറി ചൈന റഷ്യ അച്ചുതണ്ടിന്റെ ഭാഗമാവേണ്ടി വരും. ആ അച്ചുതണ്ടിന്റെ ഭാഗമായി നിന്നാൽ മാത്രമേ അവർക്ക് ഇറാനെ നേരിടാൻ കഴിയൂ. വാസ്തവത്തിൽ ഇറാൻ എന്ന വലിയ ഭീഷണിയെ നേരിടാനാണ് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ സഹായം തേടിയതും അമേരിക്കൻ പട്ടാളത്തെ അവിടെ പാർപ്പിക്കുന്നതും. ആ ഉത്തരവാദിത്വം ചൈനയും റഷ്യയും ഏറ്റെടുത്താൽ അവർക്ക് നിലനിൽപ്പിന് വേണ്ടി നിലപാട് മാറേണ്ടി വരും. അതെ, 2ാം ലോകമഹായുദ്ധം ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിച്ച് അമേരിക്കൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചെങ്കിൽ ഇറാൻ യുദ്ധം അമേരിക്കൻ ആധിപത്യം അവസാനിപ്പിച്ച് ചൈന റഷ്യ ആധിപത്യത്തിന്റെ തുടക്കമാവുമെന്നാണ് റിപ്പോർട്ട്. ആ അച്ചുതണ്ടിലേക്ക് അവർ ഇറാനെ ജാഗ്രതയോടെ മാത്രമേ അടുപ്പിക്കൂ. കാരണം ഇറാൻ അപകടകാരിയാണെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്ക ഭയപ്പെടുന്നത് യുദ്ധത്തിന്റെ അന്ത്യം അമേരിക്കൻ അധീശത്വം നഷ്ടപ്പെടുകയും ചൈനീസ് റഷ്യൻ അധീശത്വം ആരംഭിക്കുകയും ചെയ്യും എന്നോർത്താണ്.